$1 മില്യൺ കൊടുത്താൽ ട്രംപ് കാർഡ് കിട്ടും. അത് നമ്മുടെ ഗ്രീൻ കാർഡിനേക്കാൾ മെച്ചപ്പെട്ടതാണ്. അതായത് ഇവിടെ സ്ഥിരതാമസമാക്കാം, പിന്നെ ക്രമേണ പൗരത്വം എടുക്കാം, നമ്മളെപ്പറ്റി അന്വേഷിക്കും, നമ്മുടെ രേഖകളൊക്കെ പരിശോധിക്കുകയും അന്വേഷിക്കുകയും ചെയ്യും. അതിനുശേഷമേ കിട്ടത്തുള്ളൂ. $15,000 അപേക്ഷാ ഫീസും കൊടുക്കണം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇടത്തരം പണക്കാർക്കൊക്കെ അമേരിക്കയിലേക്ക് നിഷ്പ്രയാസം കുടിയേറാൻ പറ്റും. ഈ 1 മില്യൺ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാർക്കൊരു വലിയ തുകയാണെങ്കിലും പിന്നെ നാട്ടിൽ പിന്നെ 1-2 ഏക്കർ സ്ഥലവും പിന്നെ കാര്യപ്പെട്ട സ്ഥലങ്ങളിൽ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കത് വിറ്റ് 1 മില്യനൊക്കെ കിട്ടുന്ന 9 കോടി 10 കോടിയൊക്കെ കിട്ടുന്ന ആളുകൾ ധാരാളമുണ്ട് നമ്മുടെ നാട്ടിൽ. അപ്പോൾ അവർക്കൊക്കെ വേണമെങ്കിൽ നിഷ്പ്രയാസം അമേരിക്കയിലേക്ക് കുടിയേറാം. ഗ്രീൻ കാർഡിനേക്കാൾ മെച്ചപ്പെട്ട ട്രംപ് കാർഡ് കിട്ടും. അപ്പോൾ ക്രമേണ ഇവിടെ പൗരത്വം എടുക്കും. ഇവിടെ നമ്മളൊക്കെ അനുഭവിച്ച പോലെ ദീർഘകാലം കാത്തിരുന്ന് പലവിധ കടമ്പകൾ കടന്ന് പല പല പ്രശ്നങ്ങൾ നേരിട്ട് പിന്നെ ഗ്രീൻ കാർഡ് മേടിക്കുകയും അല്ലെങ്കിൽ പൗരത്വം നേടുകയും ഒക്കെ ചെയ്യുന്ന ആ വിഷമതകളൊന്നുമില്ല. കാശ് കൊടുത്താൽ കാര്യം നടക്കും വളരെ പെട്ടെന്ന്. അതുപോലെ തന്നെ കമ്പനികൾക്ക് 2 മില്യൺ കൊടുത്താൽ $15,000 അപേക്ഷാ ഫീസും കൊടുത്താൽ കമ്പനികൾക്കും പിന്നെ ട്രംപ് കാർഡ് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു മെച്ചം എന്താണെന്ന് ചോദിച്ചാൽ ആ ട്രംപ് കാർഡിൽ ഒരാളെ നിയമിക്കുന്നു. കുറച്ച് കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞ് അയാളെ മാറ്റിയിട്ട് വേറെ പുതിയ ആളുടെ പേരിലേക്ക് അത് മാറ്റി കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ട്രംപ് കാർഡ് ഉണ്ടെങ്കിൽ ഈ കമ്പനികൾക്ക് ഇടയ്ക്കിടയ്ക്ക് ആളുകളെ കൊണ്ടുവരുന്നതിനും മാറ്റുന്നതിനും നിഷ്പ്രയാസം സാധിക്കും. അപ്പോൾ അങ്ങനെ ഈ 1 വർഷം കൊണ്ട് തന്നെ ഒരു $100 ബില്യൺ ഉണ്ടാകുമെന്നാണ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിൻ്റെ വരുംപരാഴികൾ നമ്മൾ കാണേണ്ടത് തന്നെ. ഏതായാലും വെറ്റ് ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. കുറ്റകൃത്യങ്ങളൊക്കെ പെട്ട ആളുകളോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ദോഷമാകുമെന്ന് കാണുന്ന ആളുകളോ അവർ വരില്ല എന്നാണ് നമ്മൾ കരുതുന്നത്. അതിൻ്റെ കൂടെ കണ്ടതാണ് ഇന്ന് നമ്മൾ ഈ H1 വിസയ്ക്കും മറ്റും നാട്ടിൽ ഈ മാസവും മറ്റും പലർക്കും അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ആ അപ്പോയിൻമെൻറ്റ് മിക്കരുടെയും ക്യാൻസൽ ചെയ്തു. എന്നിട്ടത് മാർച്ചിലേക്കും മറ്റുമൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് പുതിയ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ എത്രയോ ബുദ്ധിമുട്ടാണ് ആളുകൾ. അത് പ്രധാനമായിട്ടും ഇവരുടെ എല്ലാം സോഷ്യൽ മീഡിയ പരിശോധിക്കാനാണ്. ഈ ഫേസ്ബുക്കിൻ്റെയും അതുപോലെയുള്ള ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് അതിൻ്റെയൊക്കെ 5 വർഷത്തെ റെക്കോർഡുകളാണ് കൊടുക്കേണ്ടത്. ഇമെയിൽ സംബന്ധിച്ചുള്ള വിവരം 10 വർഷം മുമ്പത്തെ ഇമെയിൽ സംബന്ധിച്ചുള്ള വിവരം കൊടുക്കണം, 10 വർഷമായിട്ടുള്ളത്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ എന്തെങ്കിലും എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഈ AI അല്ലെ പലാൻഡിർ അവരൊക്കെ വിചാരിച്ചാൽ കണ്ടെത്താൻ പറ്റുമായിരിക്കാം. ഒരുപക്ഷെ അവർക്ക് പെട്ടെന്ന് കണ്ടെത്തുന്നതിന് ഒരു പ്രയാസം ഉണ്ടാവില്ലായിരിക്കും. പലാൻഡിർ എന്ന് പറഞ്ഞൊരു പുതിയ കമ്പനി ഇതിൽ വിദഗ്ധരാണെന്നാണ് പറയുന്നത്. അപ്പം എന്താണ് ഈ കണ്ടെത്തുന്നത്? ഓരോരുത്തർക്കും വ്യക്തിപരമായ ഓരോ അഭിപ്രായങ്ങളുണ്ട്. അത് അമേരിക്കയ്ക്കെതിരെ അവിടെ ഒന്നുമില്ല. പല കാര്യങ്ങളിലും പല അഭിപ്രായങ്ങൾ പറയും. അഭിപ്രായം എപ്പോഴും ഒന്നു തന്നെ ആവണമെന്നുമില്ല. ഓരോ സാഹചര്യത്തിൽ ഓരോ അഭിപ്രായങ്ങൾ പറയും. ആ അഭിപ്രായങ്ങൾ മാറുകയും ചെയ്യും. പക്ഷേ പണ്ടെങ്ങോ എന്തോ പറഞ്ഞിരുന്നു എന്നതിൻ്റെ പേരിൽ ഇപ്പോഴത് വിസ നിഷേധിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതും ഖേദകരമാണ്. അതിനു പുറമെ ഈ പ്രശ്നം ഇവിടെ നാട്ടിൽ നിന്ന് ഇവിടെ വന്നിരിക്കുന്ന ഈ പലവിധ വിസകളിലൊക്കെ വന്നിരിക്കുന്ന ആളുകളും അവർക്കും ഇത് ബുദ്ധിമുട്ടുണ്ടാക്കും. അവരുടെ ഗ്രീൻ കാർഡ് അപേക്ഷകൾ അല്ലെങ്കിൽ മറ്റ് അസൈലം ആപ്ലിക്കേഷൻസ് ഒക്കെ അതിന് വേണ്ടി ചെല്ലുമ്പോഴും അവരുടെ സോഷ്യൽ മീഡിയ പ്രൊഫൈലെല്ലാം പരിശോധിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാനാതരത്തിൽ ബുദ്ധിമുട്ടുകളാണ് H1 വിസയിലുള്ളവർക്കും അവരുടെ ആശ്രിതരായിട്ടുള്ള H4 വിസയിലുള്ളവരും. അപ്പോൾ അതെല്ലാം കൂടുതലും ബാധിക്കുന്നത് ഇന്ത്യക്കാരെയാണെന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായ കാര്യം. നമ്മുടെയൊക്കെ ധാരാളം പിള്ളേരിങ്ങനെ ഗ്രീൻ കാർഡിനൊക്കെ അപേക്ഷിച്ചിട്ടിങ്ങനെ വർഷങ്ങളായിട്ട് കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അവരാണ് ഈ H1 വിസ പുതുക്കാനും അല്ലെങ്കിൽ H4 വിസ പുതുക്കാനും ഒക്കെ ഓടി നടക്കുന്നത്. അപ്പോൾ അവരൊക്കെ വിഷമത്തിലാവുന്നു എന്നുള്ളത് സങ്കടകരമായൊരു കാര്യമാണ്. ഇനി മറ്റൊരു കാര്യം കണ്ടത് ഈ ചില രാജ്യങ്ങളിൽ നിന്ന്, ഉദാഹരണത്തിന് ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, ആ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കൊന്നും വിസ ഇല്ലാതെ അമേരിക്ക സന്ദർശിക്കാം. 90 ദിവസത്തേക്ക് അവർക്ക് വരുന്നതിനുള്ള പ്രൊവിഷനുണ്ട്. അപ്പോൾ അവിടുന്ന് ഏതാണ്ട് 40-42 രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ അങ്ങനെയുള്ളവരും സോഷ്യൽ മീഡിയ പ്രൊഫൈലൊക്കെ ഇപ്പോൾ കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതും അവരുടെ ഇതും സോഷ്യൽ മീഡിയ പ്രൊഫൈലും വെറ്റ് ചെയ്തിട്ടാണ് ഈ അമേരിക്കയ്ക്കെതിരായിട്ടോ മറ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവരെയും ഇങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പുതിയ നിർദ്ദേശം വന്നിരിക്കുന്നത്. അപ്പം പല രീതിയിലും ഇമ്മിഗ്രേഷൻ രംഗത്ത് ശക്തമായ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ശക്തമായ ഐസിൻ്റെയൊക്കെ നടപടികൾ അത് പോരാ, അവർ ശക്തി പോരാ, പിടിക്കുന്ന ആളുകൾ പോരാ എന്നൊക്കെ ഈ ഉദ്യോഗസ്ഥ തലത്തിൽ പലരും പറയുന്നു. അപ്പോൾ അവരെയൊക്കെ
പിന്നെ തലപ്പത്തുള്ളവരെ പലരെ മാറ്റുകയും പുതിയ ആളുകളെ കൊണ്ടുവരികയും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും ഒക്കെയാണ് പറയുന്നത്. എന്തായാലും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാവുന്നില്ല, ഒരു പിന്നെ ഒരു മാറ്റം ഉണ്ടാവുന്നില്ല. മാറ്റം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാനും പറ്റില്ല. അപ്പം അനിയന്ത്രിതമായ ഒരു കുടിയേറ്റം ഒഴിവാക്കുകയും ഇവിടെയുള്ളവരെ ക്രമപ്പെടുത്തുകയും ചെയ്യാൻ പറ്റുന്നവരെ ക്രമപ്പെടുത്തുകയും ചെയ്യുക എന്നുള്ള അങ്ങനെയുള്ളൊരു പ്രാക്ടിക്കൽ പിന്നെ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ വരുന്നില്ല. അതിനൊരു മാറ്റം ഉണ്ടാകുമെന്നാണ് ഇനി നമ്മൾ കാത്തിരിക്കേണ്ടത്.